ഹലോ ഫ്രണ്ട്സ്, കുറേ നാളിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഐറ്റം കൂർക്കയാണ്. കൂർക്ക ഇല്ലെങ്കിൽ ചീവക്കിഴങ്ങ് എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും. വളരെ ഈസി ആയിട്ട് എങ്ങനെ നമുക്കത് വൃത്തിയാക്കി എടുക്കാം, അതുകൊണ്ട് നല്ലൊരു അടിപൊളി വിഴുക്കുവരട്ടി എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. എത്ര കിലോ കൂർക്ക വേണമെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു രീതിയിൽ നമുക്ക് വൃത്തിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ആദ്യം തന്നെ നമുക്കിതിലെ ചളിയൊക്കെ ഒന്ന് കളയണം. അതിനൊരു 3-4 വെള്ളത്തിൽ നമുക്കൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കിഴങ്ങ് വേവാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. മീതി നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇനി കുക്കർ അടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിലാണ് വേണ്ടത്. ഇപ്പം ഒരു വിസിൽ കേട്ടു, ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രഷർ നല്ലതുപോലെ പോയതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ചൂടാണ്. ഒരു 15 മിനിറ്റ് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പം ചീവക്കിഴങ്ങ് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ച് പച്ചവെള്ളം കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്ത് കാണാം. ഇതേപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് കൈ കൊണ്ട് സ്കിന്ന് റിമൂവ് ചെയ്ത് മാറ്റാവുന്നതാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. ഒട്ടും തന്നെ കറയൊന്നും നമ്മുടെ കയ്യിലും പറ്റത്തില്ല. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ മാത്രം അടിക്കുക. ഓവർ കുക്കാവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അത് കണക്ക് ചീവക്കിഴങ്ങ് വൃത്തിയാക്കുന്നവർക്കറിയാം, ഇത് കണക്ക് ഇടയ്ക്കൊക്കെ ഇതിൻ്റെ തൊലി കയറിയിരിക്കും. അതൊക്കെ വളരെ ഈസി ആയിട്ട് ഈ മെത്തേഡിൽ ചെയ്യുമ്പോൾ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ കണക്ക് നാരും എല്ലാം പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാം. എത്ര കിലോ കിഴങ്ങ് വേണമെങ്കിലും നമുക്ക് ഈ രീതിയിൽ പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റ് എടുത്തതേ ഉള്ളൂ ഞാൻ ഇത്രയും കിഴങ്ങ് വൃത്തിയാക്കി എടുക്കാൻ. ഇനി ഈ ചീവക്കിഴങ്ങ് കൊണ്ട് നമുക്കൊരു അടിപൊളി മെഴുക്കുവരട്ടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഓരോ ചീവക്കിഴങ്ങും ഒരു 4ആയിട്ടാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. ഏകദേശം ഒരു 60% വെന്തിട്ടുണ്ട് കേട്ടോ. ബാക്കി നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ വേവിക്കാവുന്നതാണ്. ഇതുപോലെ ഇരിക്കണം കേട്ടോ, ഓവറായി വെന്ത് പോകരുത്. ഇപ്പം ചീവക്കിഴങ്ങെല്ലാം അരിഞ്ഞെടുത്തു. ഇനി അതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് നമുക്കൊരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിൽ ഒരു 20 കൊച്ചുള്ളി നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചീവക്കിഴങ്ങ് മെഴുക്കുവരട്ടിക്ക് നല്ലൊരു ടേസ്റ്റ് നൽകുന്നതാണ് ഈ വെളിച്ചെണ്ണയും ഈ കുഞ്ഞുള്ളിയും. കുഞ്ഞുള്ളി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 20 എണ്ണം ചേർക്കുന്നത്. ബാക്കി ഞാനൊരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ ഒരു 30 കുഞ്ഞുള്ളി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പം കുഞ്ഞുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വയന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് പെട്ടെന്ന് മൂത്ത് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വയന്ന് ഒരു ഗ്ലാസ് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ക്രഷ്ഡ് ചില്ലിയാണ്, ചതച്ച മുളക്. 2 ടീസ്പൂൺ ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതോടൊപ്പം ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ക്രമീകരിക്കാം. കുട്ടികൾക്കും കൂടെ കൊടുക്കാനുണ്ടായതുകൊണ്ടാണ് ഞാനൊരു 2 ടീസ്പൂൺ ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ചതച്ച മുളക് തന്നെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആ കുഞ്ഞുള്ളിയും വറ്റൽമുളകും കൂടെയൊക്കെ ഒന്ന് ചേർന്ന് നല്ലൊരു കളർ ചേഞ്ച് ആയി വരണം കേട്ടോ. അപ്പോൾ ഉള്ളി ഒന്നും കൂടെ ഒന്ന് മുരിഞ്ഞ് വരും. മീഡിയം ഫ്ലെയിമിൽ ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഉള്ളി കരിഞ്ഞു പോകരുത്. ഉള്ളി കരിഞ്ഞു പോയാൽ നമ്മുടെ മെഴുക്കുവരട്ടിയുടെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 60% വേവിച്ച് വെച്ചേക്കുന്ന ചീവക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചീവക്കിഴങ്ങ് വേവിക്കാൻ നേരത്ത് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഇനിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ അഡീഷണൽ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഉപ്പ് ചേർക്കുമ്പോഴത്തേക്ക് തന്നെ കിഴങ്ങിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും, അത് മതിയാവും. ഇനി ഈ സമയത്ത് നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കിഴങ്ങ് അങ്ങ് കുഴഞ്ഞു പോകും കേട്ടോ. ഇങ്ങനെ തന്നെ ഇരിക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു ഭംഗിയും ടേസ്റ്റും. ഇനിയൊന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് വളരെ ലോ സിമ്മിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്നിളക്കി കൊടുക്കണം. ഞാൻ ഇടയ്ക്ക് ഒരു വട്ടം ഇളക്കി കൊടുത്തായിരുന്നു. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചീവക്കിഴങ്ങൊക്കെ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 90% വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് ചെറിയ സിമ്മിലിട്ട് ഒന്ന് മുരിച്ചെടുക്കുക. ഇടയ്ക്ക് അധികം ഫോഴ്സ് ഇല്ലാതെ ഇത് കണക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം.
ഇപ്പം എന്താ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചീവക്കിഴങ്ങ് മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ മൊഴിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാം തയ്യാറാക്കി നോക്കുക. അപ്പോൾ നല്ല ചീവക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും കൂടി നമുക്ക് ഊണ് കഴിച്ചാലോ. നല്ല ഒരു ചീവക്കിഴങ്ങ് മെഴുക്കുവരട്ടി, ചമ്മന്തിയും മാങ്ങാച്ചാറും തലേന്നത്തെ കുറച്ച് മീൻകറിയും കൂടെ ആയ സൂപ്പറല്ലേ. നല്ല അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.